കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ അപ്പോസ്തലനായ മത്തായിയുടെ ജീവചരിത്രം നോക്കാം. മത്തായിയുടെ അപ്പൻ്റെ പേര് അൽഫായി. മത്തായി എന്ന എബ്രായ പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം എന്നാണ്. മത്തായിയുടെ മറ്റൊരു പേരാണ് ലേവി. മത്തായി എന്ന ഈ വ്യക്തി തന്നെയാണ് മത്തായി എന്ന സുവിശേഷവും എഴുതിയത്. മത്തായി സുവിശേഷത്തിൽ മത്തായിയുടെ പേര് യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ 8ാമതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റുള്ള സുവിശേഷങ്ങളിൽ 7ാം സ്ഥാനത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം നല്ല പഠിത്തവും അറിവുമുള്ള വ്യക്തിയാണ്. സാമ്പത്തികമായി സൊസൈറ്റിയിൽ ഉയർന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഹെരോദ് അന്തിപ്പാസിൻ്റെ കാലത്ത് കഫർനഹൂം ടാക്സ് ഓഫീസർ ചുങ്കം പിരിക്കുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഈ സമയത്താണ് യേശു തന്നെ വിളിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡായി സൊസൈറ്റിയിൽ ജീവിക്കാമെന്ന ചിന്ത മാറ്റി സകലവും വിട്ടേച്ച് അവൻ യേശുവിനോടൊപ്പം ഇറങ്ങി. മത്തായി സുവിശേഷങ്ങളിൽ എവിടെയും സംസാരിച്ചതായോ ചോദ്യം ചെയ്തതായോ എഴുതിയിട്ടില്ല. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നെന്ന് പോലും പറഞ്ഞിട്ടില്ല. വേദപണ്ഡിതന്മാർ പറയുന്നത് ഇദ്ദേഹം എല്ലാം റെക്കോർഡ് ചെയ്ത് എഴുതുന്ന വ്യക്തിയായിരുന്നു എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം, സ്വർഗാരോഹണം എന്നിവയ്ക്ക് സാക്ഷിയായി. പെന്തക്കോസ്ത് നാളിൽ ഏകദേശം 120 പേരുടെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശേഷം 15 വർഷം യഹൂദയിൽ യഹൂദന്മാരോട് സുവിശേഷം പ്രസംഗിച്ചു. ഒരുപാട് പേർ യേശുവിനെ സ്വീകരിച്ചു. പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ച പല പ്രവചനങ്ങളും മത്തായി സുവിശേഷത്തിലാണ് എടുത്ത് എഴുതിയിട്ടുള്ളത്. മത്തായി സുവിശേഷം ശരിക്കും പറഞ്ഞാൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതാണ്. ഇതിനുശേഷം ഇദ്ദേഹം എത്തോപ്യ, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. മത്തായി സുവിശേഷത്തിന് ശേഷം യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനമെന്ന് അരാമ്യ ഭാഷയിൽ ഒരു പുസ്തകം കൂടി എഴുതിയതായി പറയപ്പെടുന്നു. ഗിരിപ്രഭാഷണവും ഉപമകളും ഉൾപ്പെടുത്തിയതാണ് ഈ പുസ്തകം. AD 70 ടൈറ്റസ് രാജാവ് ഒരു ഭാഗത്ത് യഹൂദന്മാരെ പിടിച്ചു കൊല്ലിച്ചു. പലരും പല രാജ്യങ്ങളിലും പോയി രക്ഷപ്പെട്ടു. മറുഭാഗത്ത് റോമാക്കാർ ക്രിസ്തു സഭകളെ പീഡിപ്പിക്കുകയായിരുന്നു. ഈ സമയത്താണ് മത്തായി സുവിശേഷം എഴുതപ്പെടുന്നത്. ഇസ്കര്യോത്ത് യൂദയെക്കുറിച്ച് വിശദമായി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ 30 വെള്ളിക്കാശ് വാങ്ങിയതും യേശുവിനെ ഒറ്റിക്കൊടുത്തതും കാശ് വലിച്ചെറിഞ്ഞതും കെട്ടിത്തൂങ്ങി ചത്തതും ഇങ്ങനെയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സ്വർഗീയ ഉപമകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു. 13ാം അധ്യായത്തിൽ മാത്രമായി 8 ഉപമകൾ താൻ എഴുതിയിട്ടുണ്ട്. ദൈവരാജ്യം എന്ന വാക്കും സ്വർഗരാജ്യം എന്ന വാക്കും 51 പ്രാവശ്യമാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. തത്വജ്ഞാനികൾ, രാഷ്ട്രീയക്കാർ ഇങ്ങനെ പലരെയും ഗിരിപ്രഭാഷണം ആകർഷിച്ചു. ഇപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോസ്തലനായ മത്തായി പ്രായം ചെന്ന ശേഷം എത്തോപ്യയിൽ ഒരു സഭയിൽ താൻ ആരാധിച്ചു കൊണ്ടിരുന്ന സമയത്ത് ക്രിസ്തുവിരോധികൾ തന്നെ കൊല്ലുകയുണ്ടായി. എന്നാൽ അപ്പോസ്തലനായ മത്തായി കൊല്ലപ്പെട്ട വിധം പല രീതിയിലും വിശദീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും യേശുവിൻ്റെ രക്തസാക്ഷിയായാണ് അപ്പോസ്തലനായ മത്തായി കൊല്ലപ്പെട്ടത്. പ്രിയ ദൈവമക്കളെ, ഇത്രയും ഉയർന്ന സ്ഥാനത്തിരുന്ന മത്തായിയെ യേശു വിളിച്ചപ്പോൾ തൻ്റെ എല്ലാ പദവിയും വിട്ടേച്ച് യേശുവിനോടൊപ്പം ഇറങ്ങി തിരിച്ചതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാം. അതിനുവേണ്ടി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.